നമ്മൾ ഒരാളോട് സംസാരിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആ വ്യക്തി നമ്മളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, അതുപോലെ തന്നെ അയൽവക്കക്കാരോട് ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷെയർ ചെയ്യും. എന്തെങ്കിലുമൊക്കെ പുതിയ അറിവ് കിട്ടുമ്പോഴേക്കും നമ്മളതിങ്ങനെ മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് നമ്മുടെ ഒരു വെമ്പലാണ് എന്നൊരു ചോദ്യമുള്ളൂ. ഈ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. ദൈവം നമ്മളോട് പറഞ്ഞ കാര്യം വീട്ടിൽ പോയിട്ട് ഷെയർ ചെയ്യാറുണ്ടോ എന്നുള്ളതാണ്. ഈ മനുഷ്യർ പറയുന്നത് മാത്രം, ഈ മനുഷ്യർ പറയുന്ന കുറ്റങ്ങൾ, കുറവുകൾ മാത്രം നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്ത് നടന്ന കാര്യമുണ്ട്. സമരിയക്കാരി സ്ത്രീ യേശുവുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കുറേ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവള് വെള്ളം കോരാൻ വന്നതാ. കുട അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോവുകയാണ്. പട്ടണത്തിൽ പോയി ജനത്തോട് ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇന്നത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ കുറച്ച് സമയം ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇനി ജോലി സ്ഥലത്ത് പോകുന്നു, അവിടെയും പറയണ ദൈവത്തെക്കുറിച്ച്. നമ്മൾ ഈ മനുഷ്യർ പറയുന്ന കുറേ കുറവുകളും കുറ്റങ്ങളും മാത്രം പറഞ്ഞു കേട്ടില്ലേ? അവളുടെ മോള് ആ 2 ലൈനാണ് ഇതിങ്ങനെ പറഞ്ഞു നടക്കുന്നത്. അപ്പുറത്ത് വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഈ വചനത്തെക്കുറിച്ച് ഒരു വാക്കെങ്കിലും ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും ഒന്ന് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് വലിയൊരു പ്രേക്ഷിത പ്രവർത്തന നമ്മൾ ചെയ്യുന്നത്. അത് എന്താ പറ്റാത്ത കാര്യം ഇത്രയേ ഉള്ളൂ, അത് ഉള്ളിൽ തട്ടുന്നില്ല എന്നുള്ളത്. ഞാനിവിടെ കുറേ പറയുന്നുണ്ട്, അച്ഛൻ കുറേ പറയുന്നുണ്ട്. ആ സമയത്ത് ഒരു മായിക ലോകത്ത് ഞാൻ ഇങ്ങനെ കേൾക്കും. പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കൊക്കെ ഞാൻ മറന്നിട്ടുണ്ട്. അച്ഛനെ എങ്ങനെ കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ ഇത് നിന്നെക്കുറിച്ചാണ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കും. അതല്ല, നമ്മളതിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച്, നമുക്ക് കിട്ടുന്നൊരു ഉൾവിളിയെക്കുറിച്ച് ഒന്ന് പ്രഘോഷിക്കാൻ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനും നല്ല ഒക്കെ മറന്നു പോകണം. ഇവിടെ ദൈവമാണ് വേണ്ടത്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ നാവിന് ശക്തിയുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ നാവിന് ധൈര്യമുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ നാവിന് കൃപയുണ്ടോ എന്ന്. ഈ 3 കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കേണ്ടത്. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.